ഇപ്പൊ നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന ഒരു സിനിമയുടെ പിറകില് പിന്നെ കുറെ ഈ നൂലാമാലകൾ അല്ലെങ്കിൽ പല വാദങ്ങൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ആക്ച്വലി ഭയങ്കര അപ്സെറ്റ് ആവുമല്ലോ. ഇപ്പൊ ഈ സിനിമയിലാണെങ്കിലും ഇതിന്റെ മുതൽ മുടക്കിനെ പറ്റിയിട്ട് വലിയൊരു സംസാരം വന്നിരുന്നു. അതിനെയൊക്കെ എങ്ങനെയാ കാണുന്നത്? ശരി, നമ്മളും കൂടി പിന്നെ ഇൻവോൾവ് ആവുന്ന ഒരു ഏരിയ അല്ല അത്. ഞാനതിൽ അഭിനയിക്കാൻ പോകുന്ന സ്ഥലം ഇപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനതിൻ്റെ ചെറിയൊരു പാർട്ടാണ്. അപ്പോൾ ഞാനതിൻ്റെ ഇപ്പോൾ എൻ്റെ സാലറിയും വളരെ ചെറിയൊരു പാർട്ടാണ് അതിൻ്റെ. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഒന്ന് കോംപ്രമൈസ് ചെയ്തിട്ടും ഞാൻ ആ സിനിമയോട് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അതിൽ. അപ്പം എനിക്ക് അത് ഡിമാൻഡ് ചെയ്യപ്പെടുന്നതിനേക്കാൾ ഇപ്പോൾ അതിനൊരു കൊമേഴ്സ്യൽ വാല്യൂ ഉണ്ടല്ലോ ഒരു സിനിമയ്ക്ക്, അതിനേക്കാളും ചിലവായിട്ടുണ്ട് അത്. അപ്പോൾ അത് ഓടുക, ഹിറ്റാവുക എന്നുള്ളത് നിർബന്ധം ഉള്ള ഒരു സിനിമയാണ്. അങ്ങനത്തെ ഒരു സിനിമ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് എനിക്ക് ഭയങ്കര പേഴ്സണലി അറിയുന്ന ആൾക്കാരും ഇഷ്ടമുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവരങ്ങനെ വലിയ മറ്റേ അങ്ങനത്തെ പ്രൊഡ്യൂസേഴ്സ് അല്ല. അപ്പോൾ അവർക്കൊക്കെ ഇനി നെക്സ്റ്റ് വർക്ക് ചെയ്യാനുള്ളൊരു കണ്ടീഷൻസ് ഒക്കെ അതിൽ മോശമാവുന്നുണ്ട്. അതിലൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് വിഷമമുണ്ട് അതിൻ്റെ. പിന്നെ ഈ പറയുന്നത് അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ നമ്മൾ നല്ലതാണെന്ന് വിചാരിച്ചിട്ടുള്ള ആൾക്കാർ, ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു ഊബറിൽ വരികയായിരുന്നു. അപ്പോൾ പുള്ളി, അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റേ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്തല്ലോ എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഇന്നലെ ഊബറിൽ വരുന്ന പിന്നെ എൻ്റെ കാറിൻ്റെ ഡ്രൈവർ എന്നോട് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആദ്യം മുതലേ നിങ്ങൾ കാണുന്നുണ്ട്, പിന്നെ എല്ലാം ഒരേ ടൈപ്പ് തന്നെയാണ് പരിപാടികൾ, അപ്പോൾ അത് ധീരനിൽ ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ അത്രയും നാള് ഞാൻ ആ ഒരു കോൺസെപ്റ്റ് എന്റെ മനസ്സിലേ ഇല്ല. അത് എങ്ങനെയാണോ ഒരേപോലെ ഞാൻ ഭയങ്കര വ്യത്യസ്തമല്ല. അപ്പോ ആ സാധ്യതകള് അങ്ങനത്തെ ഒരുപാട് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഭയങ്കര വ്യത്യസ്തമായിരിക്കും. അതെ, അപ്പൊ അത് ചെറുതായിട്ടൊന്ന് ഒന്നൊന്ന് മനസ്സിലാവും, പിന്നെ കൊള്ളും അതൊക്കെ. എന്റെ പേഴ്സണലി നമ്മൾ ഈഗോന് ഹേർട്ട് ചെയ്യും. പിന്നെ അത് എന്താ, പക്ഷെ അതിനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ള ഒരു മനസ്സുണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് നമുക്ക് വളരാൻ നല്ലതെന്ന് തോന്നുന്നു എനിക്ക്, അല്ലെങ്കിൽ നിൽക്കാൻ നല്ലതെന്ന് തോന്നുന്നു. നമുക്ക് ഈ പ്രശംസ മാത്രം പോരല്ലോ, പ്രശംസ കൊണ്ട് ഒന്നും ഉണ്ടാകും. ആക്ച്വലി പ്രശംസ കുറച്ച് അഹങ്കാരമാക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട്. ഓവർ പ്രശംസയുടെ ആവശ്യമില്ല, കുറച്ചൊക്കെ നമ്മളെ സൂക്ഷിച്ചൊക്കെ ശ്രദ്ധിച്ച് എങ്ങനെ മുഖം പിടിക്കേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിയൊക്കെ നിൽക്കണം. അവിടെ നമ്മളൊന്ന് അഭിനയിക്കാൻ വേണ്ടി പഠിക്കണമെന്നുണ്ട്. പ്രശംസയിൽ വീണു പോയി കഴിഞ്ഞാൽ തീർന്നു. ഇങ്ങനെ ഭയങ്കര അടുത്ത് നിന്നിട്ടുള്ള ഒരു പെറ്റ് ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? ഉണ്ടായിട്ട് അവനാണ് ഞങ്ങളെ ഈ സിനിമ എഴുതിപ്പിച്ചത്. ഞങ്ങൾക്ക് രാമു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അത് രവിയുടെ, അതായത് എൻ്റെ റൈറ്ററിൻ്റെ പിന്നെ ഡോഗായിരുന്നു. അപ്പം അവൻ ലിറ്ററലി കരയിപ്പിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ട്. അവൻ കുളിക്കാനൊക്കെ പോകുമ്പോൾ മറ്റേ തോർത്തൊക്കെ എടുത്ത് ചുമലിട്ടിട്ട് ബാത്റൂമിലൊക്കെ പോയി നിൽക്കും. അങ്ങനത്തെ ഒരാളാണ്. അവനെ കുളിക്കാരാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അങ്ങനെ പോയി നിൽക്കും. അങ്ങനെ ഒരാളാണ് അവൻ. കുറച്ച് അസുഖമൊക്കെ വന്നിട്ട് ആണ് അവസാനം. ആ അസുഖം വന്നിട്ട് നടക്കാൻ പറ്റാത്ത സമയത്തും നമ്മൾ പോയി കഴിഞ്ഞാൽ അവനിങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് നമ്മളെ അടുത്തേക്ക് നടന്നു വരും. അപ്പം നമ്മൾ അത് ഭയങ്കര പിന്നെ ഞങ്ങളെ അത് ഭയങ്കര ഇമോഷണൽ മൊമെന്റാണ്. ഞാൻ ഓർത്താൽ വീണ്ടും പ്രശ്നമാവും. അത് അപ്പൊ അവന്റെ ഒരു ലൈഫിൽ നിന്നാണ് അവൻ ഇങ്ങനെ പുറത്തേക്ക് കൂടി പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് തോണ്ടിയിട്ട് പോകാനായി. അങ്ങനെ തോണ്ടിയിൽ നിന്നാണ് ഞങ്ങള് ഒന്ന് കഷ്ടമാണല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരു സുഹൃത്ത് ആ കാലഘട്ടത്തിൽ പട്ടിയുടെ വിഷമം അറിയാൻ വേണ്ടിയിട്ട് പട്ടീനെ പുറത്താക്കിയിട്ട് കൂട്ടിൽ കയറി കിടന്നുറങ്ങിയിരുന്നു ഒരു ദിവസം. അങ്ങനെയൊക്കെയുള്ള 2 കാര്യങ്ങളാണ് ഞങ്ങളെ. വളരെ വളരെ വ്യത്യസ്തമായൊരു സൗഹൃദ ഫലമാണല്ലോ താങ്കൾക്കുള്ളത്. എന്താ അറിയില്ല, ഇങ്ങനെയൊക്കെയാണ് എക്സ്പീരിയൻസ്. എന്നിട്ട് ആ പട്ടി അവിടെ കിടന്നു. പട്ടി പുറത്ത് ഇയാളെ നോക്കിയിട്ട് അത് എന്റെ സ്ഥലമല്ലേ എന്ന് നോക്കിയിട്ട് പട്ടി പുറത്ത് കിടന്നു. അയ്യോ, അത് കൊള്ളാം. എന്നിട്ട് അദ്ദേഹം എന്ത് പഠിച്ചു അതിൽ നിന്ന്? എന്താ പഠിച്ചെന്നൊന്നും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ ഇത്രയും വരെ കണ്ടിട്ട് അവനോട് ഇപ്പൊ അധികം കോണ്ടാക്ട് ഒന്നും ചെയ്യാറില്ല. വെറുതെ പറഞ്ഞാട്ടോ. അയ്യോ, അത് രാത്രിക്കകത്ത് ഒരു മൂഡിന് അങ്ങനെ കയറി കിടന്നതാ. ഇതാണ് മറ്റേ എല്ലാ എക്സ്പീരിയൻസ് ഭ്രാന്തമായി സഞ്ചരിക്കുന്നത്. സൈക്കോസിന് പല അവസ്ഥാന്തരങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വരും ഇതില്. അതാണ് നമ്മളെ. രാജേട്ടാ, കാക്കി സർക്കസിലേക്ക് നമ്മളിങ്ങനെ തിരിച്ചു വരുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ലാംഗ്വേജിൽ ചെയ്യണ പരിപാടിയാണ്. ഒരുപാട് ആൾക്കാരുടെ ഒരു ആദ്യത്തെ സിനിമ കൂടിയാണെന്ന് തോന്നുന്നു അല്ലെ? കുറച്ച് മലയാളികൾ അധികം ഇതിനകത്തേക്ക് വരുമ്പോൾ ഉള്ള പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും ഒരു തമിഴ് വെബ് സീരീസ് ആണല്ലോ ഒറിജിനൽ ആയിട്ട്. മൊത്തം നമ്മൾ ക്രൂ മെമ്പേഴ്സ് അധികം മലയാളികൾ തന്നെയായിരുന്നു അവിടെ. അവിടെ കുറച്ച് ആക്ടേഴ്സ് ആണ് അധികം. ആക്ടേഴ്സും കുറച്ച് പ്രൊഡക്ഷൻ നോക്കുന്നതും പിന്നെ കുറച്ച് ആൾക്കാർ മാത്രമാണ് തമിഴിയൻസ് ആയിട്ടുണ്ടായിരുന്നത് അവിടെ.
അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമാണ്, അടിപൊളിയാണ്. അപ്പം ഞാൻ എനിക്ക് അരുൺ ബാബുമ്പയൊക്കെ നല്ല രസമുള്ള ആക്ടറാണ്. അയാളെയൊക്കെ ഉപയോഗിക്കാൻ പാകത്തിന്, അയാൾക്കൊക്കെ ഒരു തമിഴ് സാധ്യതയുള്ള ആക്ടറായിട്ട് അതെ അതെ. അപ്പൊ അയാളെയൊക്കെ പിന്നെ അവരുപയോഗിച്ചിരിക്കുന്ന രീതിയൊക്കെ ഭയങ്കര രസമാണ്. കുറച്ച് ആൾക്കാരെ തമിഴിനെ പറയിപ്പിച്ചിട്ടുണ്ട്, കുറച്ച് വേറെ ഡബ്ബൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ആണെന്നുണ്ടെങ്കിലും കുറച്ച് ആൾക്കാർ നന്നായിട്ട് തമിഴ് പറയിച്ചിട്ടുണ്ട്. എനിക്കൊക്കെയാണ് തമിഴും മലയാളവും ഒക്കെ സംസാരിക്കാനുണ്ടായിരുന്നത്. ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ അമൃതേനെ തമിഴ് സംസാരിപ്പിച്ചിട്ടുണ്ട്. അമൃത ഗംഭീര ഒരു ആർട്ടിസ്റ്റാണ്. മലയാളത്തിലെ ഇപ്പോൾ നിൽക്കുന്ന മോഹം എന്ന് പറയുന്നൊരു സിനിമയിൽ അമൃതയുടെ ക്യാരക്ടർ ഭയങ്കര കിടലിനാണ്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തമിഴ് ക്യാരക്ടറായിട്ട് അവളെ കാണുന്നത്. അതും ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെ തമിഴൊക്കെ സംസാരിച്ചിട്ട് വേണം, തമിഴ് സിനിമയിൽ 2 റോളൊക്കെ കിട്ടി, അവിടെ പോയി അഭിനയിച്ച് ഞാൻ അവിടുത്തെ ഡോളേഴ്സ് അയച്ചു കൊടുക്കും. തമിഴ്നാട്ടിൽ ഡോളറോ? നിങ്ങൾ അവിടെ സിനിമയ്ക്ക് തന്നെയാണോ പോണേ, കള്ളക്കടത്തിലാണോ? ഡോളർ അയക്കാത്ര. എനിക്ക് തമിഴ് ഭയങ്കര ഇഷ്ടമാണല്ലോ, നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് പോലെ. പിന്നെ 1-2 തമിഴ് പരിപാടികൾ ഇങ്ങനെ ഉണ്ട് വരാൻ. അപ്പൊ അതിന്റെ ഒരു ആദ്യത്തെ ചുവട് കുഞ്ഞു പരിപാടികളാണ്. ഇപ്പൊ അതിന്റെ ആദ്യത്തെ ചുവടായിട്ട് കാക്കി സർക്കസ്, പിന്നെ ജയിലർ 2 ഒരു കുഞ്ഞു പരിപാടി ഉണ്ട്. അപ്പൊ അത് ജയിലർ 2 ഒരു കുഞ്ഞു പരിപാടിയോ? കുഞ്ഞ് എത്ര പോലും ഈ രാജേട്ടൻ ചെറുതായിട്ട് വരും എന്ന് പറഞ്ഞാൽ തന്നെ വന്നിട്ട് പോകുന്ന സംഭവം അറിയിക്കും. അതുകൊണ്ട് ഇങ്ങനെ കുഞ്ഞെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. കോലമൊക്കെ ആയതുകൊണ്ടും അങ്ങനത്തെ ഒരു അഭിനയ ശൈലിയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുഞ്ഞായിട്ട് വരുന്നു, അതാ അയാള് പോയി അറിയാണ്ട് പോകുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അറിഞ്ഞു പോവായിരിക്കും. അങ്ങനത്തെ സിനിമയൊക്കെ ഞാൻ പറയില്ല. എന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ മറ്റേ ബാൻ ചെയ്യുമായിരിക്കും. അതാ പറയൂലെന്നാണ്. ഞാൻ കുറച്ച് ഫോട്ടോസ് കൂടെ കാണിച്ചോട്ടെ, അതിന്റെ ഒരു മെമ്മറിയും കൂടെ പറയാമോ? ഇല്ല, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കയറിയപ്പോ ഞാൻ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോ എന്റെ മനസ്സിൽ ശരിക്കും അതെ താങ്കളുടെ ഫോട്ടോ, ഈ ഫോട്ടോ ഇത് ഞാൻ വലുതാക്കി മറ്റേ മേളിലിടാൻ തരാം. എന്താണ് ഇത്രയും കാര്യമായിട്ട് ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്? അയ്യോ, അത് ഞാൻ തൊണ്ടിമുതലിന്റെ സമയത്ത് ഞാനാണത്. അപ്പൊ ഞാനിങ്ങനെ ഓടി നടക്കുക. അപ്പൊ സുരാജ് ചേട്ടൻ, എനിക്ക് ഇത് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളെ സെറ്റ് ചെയ്യലാണ് എന്റെ പണി. സുരാജ് ചേട്ടനെ ഇടക്ക് വിളിച്ചിട്ട് പിന്നെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഥകളൊക്കെ പറയും. പുള്ളി മിമിക്രിയൊക്കെ കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയും. അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്തോ പറഞ്ഞു കൊടുക്കുന്നത്, അല്ലാതെ ആ സിനിമയായിട്ട് ബന്ധമുള്ള യാതൊരു കാര്യമല്ല അത് പറയുന്നത്. ഒരു ഇരിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റിന്റെ അടുത്ത്, അത്രേ ഉള്ളൂ അല്ലേ? ശരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ കൈയൊക്കെ ഇരിക്കണം. അപ്പം ചേട്ടാ ഇല്ല, കാൻഡിഡ് ചെയ്തതും അല്ല അത്, പക്ഷെ അതങ്ങനെ വന്നതാ. അത് അങ്ങനെയാണല്ലേ? ഓക്കെ. അത് നമ്മുടെ പിന്നെ മിന്നൽ മുരളിയുടെ സമയത്താ ഞാൻ അഭിനയിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ തോക്കൊക്കെ കാണുമ്പോ ഒന്ന് എടുത്തൊന്നും നമുക്ക് പിടിക്കാൻ തോന്നൂലേ. പിന്നെ എന്റെ സുഹൃത്തുക്കളാ അതിന്റെ ഫോട്ടോഗ്രാഫേഴ്സ്. അങ്ങനെ ആർമാദിച്ചതാ, ഒരെണ്ണം അങ്ങോട്ട് പെടച്ചതല്ലേ. ഇത് മാറാലഹയുടെ മേക്കിംഗ് എങ്ങനെയാ മാറാലഹ എന്ന് ശരിക്കും അവതരിപ്പിച്ചു തന്നത് ബേസിലേട്ടൻ? എന്റെ ഭയങ്കര കംഫർട്ടബിൾ സ്ഥലത്തുനിന്ന് മാറിയിട്ട് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പൊ എനിക്ക് ശിവൻ, ഇപ്പൊ മരണമാസിന്റെ ഡയറക്ടർ ശിവനാണ് എന്നെ ബേസിലിനോട് എന്റെ കാര്യം പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ആ സിനിമയിലേക്ക് എത്തുന്നത്. എനിക്ക് ആദ്യമായിട്ട് ഇപ്പൊ എൻ്റെ ഒരു പെക്യൂലിയർ ശരീരം, ഇങ്ങനത്തെ ഒരു ശരീരം. അപ്പൊ അതുകൊണ്ട് ഭയങ്കര എക്സ്പ്രസീവ് ആണ് മുഖം, ഭയങ്കര പോസ്റ്റേഴ്സും എൻ്റെ ആക്ഷൻസ് ഒക്കെ കൂടുതലാണ്. അപ്പൊ അതൊക്കെ കൊണ്ട് ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ് അഭിനേതാവ് എന്നുള്ള രീതിയിൽ. ആ സമയത്ത് ഞാൻ എന്തെങ്കിലും അഭിനയിച്ച ഓവറായി പോകും എന്നുള്ള സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഉള്ളിലുണ്ടായ സമയത്താണ് ബേസിൽ ഓപ്പോസിറ്റ് നിന്നിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഞാൻ ബേസിനോട് വളരെ ചോദിച്ചു, ഞാൻ ഓവറാവുന്നുണ്ടെങ്കിൽ പറയണേ. ബേസിൽ വന്നു, ഒന്നുമില്ല, കൂട്ടിച്ചെയ്തോ, ഒരിക്കലും ഓവറായിട്ട് തോന്നൂല, കൂട്ടിച്ചെയ്തോ എന്ന് പറഞ്ഞിട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ബേസിലാണ്. ഇത് ഭയങ്കര ധൈര്യം, മോട്ടിവേഷനാണ് കാണുന്നത്.